പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുന്റെ ജാമ്യഹർജി പരിഗണിക്കുന്നത് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കേസിൽ പ്രോസിക്യൂഷൻ കൂടുതൽ സാവകാശം ആവശ്യപ്പെട്ടു. അല്ലു അർജുൻ ഓൺലൈൻ വഴി നാമ്പള്ളി കോടതിയിൽ ഹാജരായി. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. റഹീസ്, എന്തൊക്കെയാണ് കോടതി നടപടികളുടെ വിവരങ്ങൾ? എന്തെങ്കിലും ഇടക്കാല ഉത്തരവുകളോ മറ്റോ അല്ലു അർജുൻ അനുകൂലമായോ പ്രോസിക്യൂഷൻ അനുകൂലമായോ ഇന്നുണ്ടായോ? വിജയകുമാർ, അത്തരത്തിലൊരു ഉത്തരവും ഇന്ന് കോടതിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല. നേരത്തെ ഈ നാമ്പള്ളി കോടതിയാണ് അല്ലു അർജുനെ റിമാൻഡ് ചെയ്തത്. ആ റിമാൻഡ് കാലാവധി കഴിഞ്ഞു. ഈ റിമാൻഡിനിടയിലായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ റിമാൻഡ് കാലാവധി കഴിഞ്ഞതോടുകൂടി അല്ലു അർജുൻ ഇന്ന് ജാമ്യാപേക്ഷയുമായി കോടതിയിൽ എത്തുകയായിരുന്നു. ശേഷം അദ്ദേഹം ഇന്ന് ഓൺലൈനായിട്ടാണ് കോടതി നടപടികളുടെ ഭാഗമായത്. നേരത്തെ തന്നെ ഇതിന് അനുവാദം തേടിയിരുന്നു. അങ്ങനെ കോടതി ഓൺലൈനായി ഹാജരാകാൻ അല്ലു അർജുന് അവസരം നൽകി. കേസ് പരിഗണിക്കുമ്പോൾ തന്നെ കൂടുതൽ സമയം തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. അല്ലു അർജുന്റെ വാദങ്ങളെ എതിർക്കാനായി കുറെ തെളിവുകൾ കൂടി ഹാജരാക്കേണ്ടതുണ്ട്. ഇതിന് തിങ്കളാഴ്ച വരെ സമയം നൽകണമെന്ന് നാമ്പള്ളി കോടതിയിൽ പ്രോസിക്യൂഷൻ അറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഹർജി പരിഗണിക്കുന്നത് ഇപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്തായാലും പോലീസ് ഈ ജാമ്യ ഹർജിയെ തടയും അല്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കും എന്നുള്ള കാര്യം കൂടി വ്യക്തമായിരിക്കുന്നു. നേരത്തെ ഈ അല്ലു അർജുന്റെ അച്ഛനടക്കം ഉള്ള സിനിമാ മേഖലയിലെ പ്രമുഖർ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ അല്ലു അർജുനെതിരായ കേസിൽ ഏതെങ്കിലും തരത്തിൽ പോലീസ് പിന്നോട്ട് പോകുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു സൂചന കൂടിയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ജാമ്യ ഹർജിയെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കം. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചത്തെ കോടതി നടപടികൾ നിർണായകമാകും. വിജയകുമാർ. യെസ്, ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കും. തിങ്കളാഴ്ചയാണ് വിശദമായ വാദം. പ്രോസിക്യൂഷനാണ് കൂടുതൽ സാവകാശം ആവശ്യപ്പെട്ടത്.